ചെറുതായിട്ടുള്ള ഒരു സേനയിലെ വിഭാഗമായിരുന്നു കുതിര സേന, അശ്വസേന. നമുക്ക് 66 കുതിരകളുണ്ടായിരുന്നു. അതിൻ്റെ ചുമതല എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് ഞാൻ ജോലി ചെയ്തു. ആളുകളെ എടുക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും കുതിരസവാരിയിൽ ശ്രദ്ധിക്കുന്നതും അവരെ ഉടുപ്പിടിച്ച് വെളിയിൽ അയക്കുന്നതിലും ഇതൊക്കെ എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു. 3 കാര്യമാണ് മനസ്സിൽ തോന്നുന്നത്. ഒന്ന്, അവർ ഇപ്പോഴും ഒരാളെ പണം കാണിച്ചു തന്നാൽ നമ്പർ എനിക്ക് പറയാൻ ഇപ്പോഴും കൊല്ലം 30-40 ആയി. രണ്ടാമത്, നമ്മളെ പട്ടാളം സായിപ്പന്മാർ യുദ്ധകാലത്തോട് വന്നപ്പോൾ മാസ്കറ്റ് ഹോട്ടലിൽ താമസിക്കും. അപ്പോൾ 3 ദിവസം കാൽപ്പട്ടാളം കവടിയാൽ ഗാർഡിന് പോകും. ഒരു ദിവസം 4ാമത്തെ ദിവസം കുതിരപ്പട്ടാളം പോകും. മാർച്ച് ചെയ്ത് പോവുകയാണ്. അവിടെ കുതിര വേണ്ടല്ലോ. അപ്പോൾ അവർ പറയും, ഇത് ഇവരുടെ ഡ്രസ്സും മാർച്ചിങ്ങും ഡിസിപ്ലിനും ഒക്കെ ബക്കിംഗ് പാലസിൽ പോലെ ഇരിക്കുന്നു എന്ന് പറയും. 3ാമത്തെ കാര്യം, നമ്മളൊരു പുത്തനായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മളെ ആൾക്കുള്ള എളുപ്പമാണ്. എൻ്റെ കോളേജ് കാലത്ത് ഞാൻ കോളേജിൽ പോയിട്ടില്ല, പക്ഷേ നമ്മൾ ഗ്രാജുവേറ്റ് ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അന്തഃപുരത്തിലുള്ള സ്ത്രീകൾ വൈകുന്നേരം ചക്രവർത്തി സന്തോഷിപ്പിക്കാനായിട്ട് പോളോ കളിച്ച് കാണിക്കും. പോളോ എന്ന് വെച്ചാൽ ഒരു പന്ത് കുതിരപ്പറ്റുന്നുണ്ട് തട്ടി കളിക്കുകയാണ്. പക്ഷേ അന്നത്തെ കാലത്ത് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഈ ഗോൾ പോസ്റ്റ് ഉണ്ടല്ലോ, തുണി ചുറ്റി തീ വയ്ക്കും, അത് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫയർ ലൈറ്റ് ഇതാണ് അങ്ങോട്ടും കാണുന്നത്. ഞാനിവിടെ സായിപ്പിന് വരെ മൗണ്ട് ബാറ്റിനെ കാണിക്കാനായിട്ട് ഗോൾ പോസ്റ്റും അടിക്കുന്ന കമ്പും അടിക്കുന്ന പന്തും ഒക്കെ തീ വെച്ചായിരുന്നു. എന്നിട്ട് വൈസ്രോയി ഹൗ നൈസ് മാവലസ് എന്ന് പറഞ്ഞു. വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഡിസിപ്ലിനും വളരെ നന്നായിട്ടിരുന്നു. നമ്മൾ ഒരു രീതിയിലും അനാവശ്യം കാണിക്കുക, തെറ്റ് കാണിക്കുക അങ്ങനെയൊന്നും ഉണ്ടാക്കാത്തൊരു പട്ടാളമായിരുന്നു. നമുക്ക് ഈ ചതുരംഗ സേന പോലെ മറ്റ് കുതിരസേന അല്ലാതെ മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് സെറിമോണിയൽ അലങ്കാരത്തിനും ആചാരത്തിനുമായിട്ട് ഒരു പിരങ്കി ഉണ്ടായിരുന്നു, കുതിരയുണ്ടായിരുന്നു, 4 കാൽപ്പട്ടാളം ഉണ്ടായിരുന്നു. പിന്നെ 2 ബാൻഡ് ഉണ്ടായിരുന്നു. ഒരു ബാൻഡ് ബ്രാസ് ബാൻഡ്, ഒന്ന് ബാക്ക് പൈപ്പ് ബാൻഡ്. ഇങ്ങനെ ആക്കും. പിന്നെ നാദസ്വരത്തിനെ പോലെ ഇരിക്കും. ഈ ബ്രാസ് ബാൻഡ് പട്ടാളം ഈ മാറ്റമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളുടെ ബാൻഡ് നോക്കിയത് സുബേദാർ ചെല്ലപ്പൻ പിള്ള എന്നൊരാളായിരുന്നു. ഇയാളെ കൂടെ തന്നെ ഇന്ത്യൻ ആർമിയിലെ ബാൻഡ് നടത്തുന്നതിന് മൗ നിർദ്ദിക്കലാണ് അവരുടെ മ്യൂസിക് സ്കൂൾ. അപ്പോൾ ഇത് എന്നോട് കൊണ്ടുപോയി. ഉടൻ ഈ സുബേദാരെ മേജറാക്കി, സുബേദാർ മേജറോ ലെഫ്റ്റനൻറ്റോ അല്ല, മേജറാക്കി ഇന്ത്യയിലെ സ്കൂൾ ഓഫ് മെഡിസിൻ മിലിറ്ററി മ്യൂസിക്കിൻ്റെ പ്രിൻസിപ്പലാക്കി. അപ്പോൾ നമ്മളെല്ലാത്തിനും നമുക്കൊരു സാമർഥ്യം ഉണ്ടായിരുന്നു. അത് യുദ്ധത്തിന് പോയപ്പോഴും അതെ. നമ്മളുടെ ഒരു പട്ടാളം അറേബ്യയിൽ പോയി, ഒരു പട്ടാളം ഹോങ്കോങ്ങിൽ പോയി. ദാറ്റ് വാസ് 39-40. ഞാൻ 79-ൽ പോയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ഇവിടെ ഇന്ത്യൻ ആർമി വന്നിരുന്നു, വളരെ നല്ല പട്ടാളമായിരുന്നു. ഇതൊരു സ്റ്റേറ്റിലെ പട്ടാളമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലായി നമ്മളെയാണെന്ന്. ഡിസിപ്ലിൻ, ബിഹേവിയർ, എബിലിറ്റി എല്ലാം നമ്മൾ നന്നായിരുന്നു. വളരെ നല്ല ട്രെയിനിങ് നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തിന് കൊടുക്കുന്നത് പ്രത്യേകമായി പുറത്തുനിന്ന് ആരെങ്കിലും വന്നവരായിരുന്നു, ഇവിടെ തന്നെ അതെ. അത് സായിപ്പിന് പേടിയുള്ളതുകൊണ്ട് 3 സായിപ്പന്മാർ കാണും. ഒരു കേണൽ, ഒരു മേജർ, 2 ക്യാപ്റ്റൻ. ഇത്രയും ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഇവിടെ അയക്കും. നമ്മളാണല്ലോ ആദ്യം നമ്മൾ മറക്കുന്ന ഒരു കാര്യം, ആദ്യം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ആരാണ്? അഫ്കോഴ്സ് റാണി ഝാൻസി 1857. അല്ല, നമ്മളാണ്. വെരി ദ ബിഗ് റിബല്യൻ 1809. അതാണ് ആദ്യം നോക്കിയത്. അതുകൊണ്ടാണ് സായിപ്പ് നമ്മൾ കൂടുതൽ കരുശലമായിട്ട് അടക്കി വയ്ക്കാൻ നോക്കിയത്. ഇനി ഇങ്ങനെ അനധികൃത പോകരുതല്ലോ എന്ന്. അപ്പോൾ നമുക്ക് അന്നും ഇന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു.
അറിവിലും നമ്മുടെ ഉടുപ്പിലും എല്ലാത്തിലും തന്നെ. ജ്യേഷ്ഠൻ തിരുമേനിയെ കുറിച്ചുള്ള അങ്ങയുടെ പവിത്രമായ സ്മരണകൾ അത് കുറച്ച് പ്രയാസം വന്നിട്ട് കുറേ അധികമായി പോകും. എന്നാലും പ്രധാനമായ 3 രീതിയിലാണ് തമിഴിനെ കണ്ടത്. ഒന്ന് എൻ്റെ ജ്യേഷ്ഠനായിട്ട്, 2 കുടുംബത്തിലെ കാരണവനായിട്ട്, 3 മഹാരാജാവായിട്ട്. അപ്പോൾ ഇത് 3ലും തമ്പുരാൻ എൻ്റെയൊക്കെ പെരുമാറിയിരിക്കുന്നതും എന്നെ പഠിപ്പിച്ചിരിക്കുന്നതും ഒരിക്കലും എനിക്കൊരു മറക്കാൻ വയ്യാത്ത ഒരു ഇതാണ്. ആരെങ്കിലും ഇപ്പോൾ പറയുകയാണ് 2 വാക്ക് പറഞ്ഞാൽ കരയാനേ അറിയാമോ, വേറെ ഒന്നും പറയാൻ അറിയാൻ വയ്യ. ഇപ്പം എനിക്കൊരു അറിവുണ്ടെങ്കിലും പല കാര്യത്തെപ്പറ്റി ഇതും തമ്പുരാൻ വളരെ ലളിതമായിട്ട് മനസ്സാക്കത്തക്കവണ്ണം രൂപീകരിക്കും. എന്നാൽ വളരെ ആചാരത്തിനും നിയമത്തിനും ഒരു തെറ്റ് വരാത്ത രീതിയിൽ മാത്രമേ എന്നെ വളർത്തിയിട്ടുള്ളൂ. തിരുവിതാംകൂർ രാജവംശത്തിന് സുഹൃത്ത് ബന്ധമുള്ള ഇന്ത്യയിലെ മറ്റ് രാജവംശങ്ങളെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 520 രാജ്യങ്ങളുണ്ട് ഇന്ത്യയിൽ. അത് ഞങ്ങൾക്ക് പരിചയമുള്ളത് ഒരു 80-90 വരെ പരിചയമുള്ളവരുണ്ട്, ലിസ്റ്റ് പോലും ഉണ്ട്. ഇപ്പോഴും ബന്ധം ഇല്ല, അവർക്ക് എൻ്റെ പ്രായമുള്ളവർക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പരിചയമുള്ളവർ ഒരു 8-10 കാണും. അതിലേറ്റവും ഹൃദ്യമായി നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തുന്നത് എല്ലാവരുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. കൂടുതൽ സ്നേഹം നമുക്ക് അടുത്തായതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു തമിഴ് രാജ്യം ഉണ്ടായിരുന്നു, പുതുക്കോട്ട. പിന്നെ കർണാടകത്തിൽ മൈസൂർ മഹാരാജാവ് ഉണ്ടായിരുന്നു. പിന്നെ ബറോഡ മഹാരാജാവിനെ പരിചയമുണ്ട്. നൈസാം അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഗുജറാത്തിൽ ദ്രാങ്ദര എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു, അതിപ്പോൾ മിനിഞ്ഞാന്ന് മരിച്ചുപോയി. അങ്ങനെ കുറേ ഒരുപാട് പേരെ പരിചയമുണ്ട്. കീപ്പ് ചെയ്യുന്നു. അതെ. തമ്പുരാൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, മകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഈ വിലയേറിയ സമയം ചെലവഴിച്ച അങ്ങോട്ടുള്ള ആദരവ് ആദ്യമായി പ്രകടിപ്പിക്കുന്നു. താങ്ക്സ്. ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ഈ പെൺമണിയെ കൂടെയാണ് ഈ ഫാമിലി നിൽക്കുന്നത്. അപ്പം സന്തതിക്ക് പെൺമണി ഇല്ലാത്തപ്പോഴെല്ലാം നമ്മുടെ മറ്റു കുടുംബങ്ങളിൽ ദത്തെടുക്കാറ്. കൊല്ലവർഷം 964, അതായത് 1788 തൊട്ട് ഈ 2010 വരെ ഈ തിരുവിതാംകൂർ രാജകുടുംബം നിലനിർത്തിയിരിക്കുന്നത് ഈ മാവേലിക്കര രാജകുടുംബമാണ്. അപ്പോൾ അതിൻ്റെ വംശാവലിയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്.